ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പാറ്റേൺ മേക്കിങ്ങിൽ ഡാർട്ട് മാനിപ്പുലേഷനെ കുറിച്ചാണ് പറയുന്നത്. ഡാർട്ട് മാനിപ്പുലേഷൻ 2 ഡാർട്ട് സീരീസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 2 ഡാർട്ട് സീരീസിൽ ചെയ്ത ഡ്രസ്സുകൾക്ക് 1 ഡാർട്ട് ചെയ്ത ഡ്രസ്സിനേക്കാൾ കൂടുതൽ ഭംഗിയുള്ളതായി കാണുന്നു. അപ്പോൾ നമുക്കിന്ന് 2 ഡാർട്ട് സീരീസ് ചെയ്യാം. അതിൽ 2 രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന് സ്ലാഷ് ആൻഡ് സ്പ്രെഡ് മെത്തേഡും 2 പിവോട്ടൽ ട്രാൻസ്ഫർ മെത്തേഡും. അതിൽ ആദ്യം ചെയ്യുന്നത് സ്ലാഷ് ആൻഡ് സ്പ്രെഡ് മെത്തേഡാണ്. അതിനായി നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള ഒരു ബേസിക് ബോഡീസ് എടുക്കാം. ഇതാണത്. ഇതിൽ ഈ ഡാർട്ട് ഏകദേശം ഒരു 3.5 ഇഞ്ച് വീതിയുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഡാർട്ടിനെ പകുതി ഇവിടെ നിലനിർത്തിക്കൊണ്ട് പകുതി ഈ ബേസിക് ബോഡീസിന് ചുറ്റിലും ഏതൊരു പോയിന്റിലേക്ക് നമുക്ക് ഡാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിന്ന് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെൻറ്റർ ഫ്രണ്ട് നെക്ക് ഡാർട്ടാണ് ആൻഡ് വേസ്റ്റ് ഡാർട്ടാണ്. അപ്പോൾ പകുതി ഡാർട്ടിനെ നമ്മൾ സെൻറ്റർ ഫ്രണ്ടിൽ നെക്കിലേക്ക് മാറ്റണം. അതിനായിട്ട് ചെയ്യേണ്ടത് ആദ്യമായിട്ട് ഈ സെൻറ്റർ ഫ്രണ്ട് നെക്ക് ഡാർട്ടിൽ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുക. ആ പോയിൻറ്റിനെ ബെസ്റ്റ് പോയിൻറ്റിലേക്ക് വരയ്ക്കുക ഒരു സ്കെയിൽ ഉപയോഗിച്ച്. ഈ ലൈനെ സ്ലാഷ് ലൈൻ എന്ന് പറയുന്നു. അടുത്തതായി ചെയ്യേണ്ടത് ഈ ഡാർട്ട് പൂർണ്ണമായി കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് കട്ട് ചെയ്യാം. അതിനുശേഷം ഈ സ്ലാഷ് ലൈൻ കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഈ ഡാർട്ടിനെ വേസ്റ്റ് ഡാർട്ടിനെ പകുതിയോളം ഇങ്ങനെ മാറ്റി പകുതി അത്രത്തോളം തന്നെ ഡാർട്ട് സെൻറ്റർ ഫ്രണ്ട് നെക്കിലേക്ക് മാറ്റുക. ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ 2 ഡാർട്ടുള്ള ബേസിക് ബോഡീസ് കിട്ടും. ഇതിനെ നമ്മളൊരു ബ്രൗൺ ഷീറ്റിലേക്ക് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ട്രേസ് ചെയ്ത ബേസിക് ബോഡീസാണ് ഇത്. ഇതിൽ ബാക്കി ഗ്രേ ലൈൻസും ഇൻസ്ട്രക്ഷൻസ് എല്ലാം മാർക്ക് ചെയ്ത് പാറ്റേൺ ചെയ്യുക. പിവോട്ടൽ ട്രാൻസ്ഫർ മെത്തേഡാണ് അടുത്തത്. ഇതാണ് വർക്കിംഗ് പാറ്റേൺ. ഈ വർക്കിംഗ് പാറ്റേൺ ഒരു മാറ്റം വരാതെ നമുക്ക് എവിടെ വേണമെങ്കിലും ഒരു ഡാർട്ട് ഈ പാറ്റേൺ കൊണ്ട് ചെയ്യാൻ പറ്റും. എത്ര പാറ്റേൺസ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തയ്യാറാക്കാം. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇപ്രാവശ്യവും ഞാൻ ഇവിടെ ചെയ്യുന്നത് സെൻറ്റർ ഫ്രണ്ട് നെക്ക് ഡാർട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഡാർട്ട് ലെഗുകൾക്ക് എ എന്നും ബി എന്നും ഞാൻ പേര് കൊടുത്തു. അതിനുശേഷം എവിടെയാണ് അടുത്ത ഡാർട്ട് വേണ്ടത് അതിനൊരു പേര് കൊടുത്തു സി. അപ്പോൾ ഇതൊരു 3.5 ഇഞ്ച് വീതിയുണ്ട് ഈ വേസ്റ്റ് ഡാർട്ടിന്. അതിൻ്റെ പകുതിയോളം ഡാർട്ട് ഇവിടെ നിലനിർത്തിക്കൊണ്ട് ഈ പകുതി ഡാർട്ടിനെ ഞാൻ സി ഡിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് ഈ സെൻറ്റർ പോയിൻറ്റിന് പകുതി ഡാർട്ടിൻ്റെ അവിടെ ഒരു പോയിൻ്റ് കൊടുക്കാം. അതിൻ്റെ പേരാണ് ഡി. അതിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക ആദ്യമായിട്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ ഈ ഡാർട്ട് ഇവിടെ നിലനിർത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡാർട്ടിൻ്റെ ഇവിടെ ആദ്യം വരച്ചു. ഈ ഡാർട്ട് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡാർട്ടിനെ വരച്ചതിന് ശേഷം ഇവിടെ കംപ്ലീറ്റ് വരച്ച് ഞാൻ തൽക്കാലം ഇവിടെ ഒരു പോയിൻ്റ് ഇടുന്നുള്ളൂ. സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാനാണ്. സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് ഇവിടെയൊക്കെ ഷേപ്പ് ചെയ്ത് വരയ്ക്കണം. അതിനുശേഷം ഇങ്ങനെ വരയ്ക്കുക. സി വരെയാണ് വരയ്ക്കേണ്ടത്. കണ്ടില്ലേ? സി വരെ വരച്ചു. അതിനുശേഷം ഒരു പുഷ് പിന്നോ അല്ലെങ്കിൽ ഞാൻ തൽക്കാലം ഇവിടെ പെൻ തന്നെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ മോന ഇവിടെ അമർത്തി പിടിച്ചതോട്ട് ഈ ബി എന്ന ഡാർട്ട് ലെഗിനെ ഡിയിലേക്ക് വരുത്തുന്നു. അതായത് ആ ഡാർട്ടിനെ നമ്മൾ ക്ലോസ് ചെയ്ത് കളയുന്നു. പോയിൻ്റ് ബെസ്റ്റ് പോയിൻ്റ് ഒട്ടും മാറാതെ വേണം നമ്മളിങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ പാറ്റേണിൽ വ്യത്യാസം വരും. അതിനുശേഷം നമ്മളിവിടെ സി എന്ന പാറ്റേൺ വരെ ഇവിടെ വരച്ചിട്ടുണ്ട്. സി എന്ന പോയിൻ്റ് വരെ ബാക്കിയുള്ളതും കൂടി വരയ്ക്കുക. വരയ്ക്കുന്നതിന് പകരം ഇവിടെ പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. അവസാനം വരച്ചത് വരെ നമ്മളിങ്ങനെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പോയിൻ്റ് ഇട്ടതിന് ഞാൻ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നുണ്ട്. ഇവിടെ പോയിൻ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്കിവിടെ സി എന്ന പോയിൻ്റ് 2 എണ്ണം കിട്ടി. ഈ പോയിൻറ്റിന് രണ്ടും ബെസ്റ്റ് പോയിൻറ്റിലേക്ക് വരയ്ക്കുക. കണ്ടില്ലേ?
ഇപ്പോൾ നമുക്ക് 2 ഡാട്ടുള്ള ബേസിക് ബോഡീസ്, അതായത് വേസ്റ്റ് ഡാട്ട് ആൻഡ് സെൻറ്റർ ഫ്രണ്ട് നെക്ക് ഡാട്ടുള്ള ബേസിക് ബോഡീസ് കിട്ടി. ഇതായിരുന്നു വർക്കിംഗ് പാറ്റേൺ. ഇതിനെന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ ഇതിലൊരു മാറ്റം വരുത്താതെ നമുക്ക് ഇതിൻ്റെ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ സി എന്ന പോയിൻറ്റിനെ എവിടെ വേണമെങ്കിലും വരുത്തി നമുക്ക് ഡാട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് ഞാൻ നേരത്തെ ചെയ്ത സ്ലാഷ് ആൻഡ് സ്പ്രെഡ് മെത്തേഡ് പ്രകാരം ചെയ്ത പാറ്റേൺ. ഇതും കൂടി വെച്ച് നോക്കിയാൽ രണ്ടും ഒരേ അളവായിരിക്കും. കണ്ടില്ലേ? ഒരു മാറ്റമില്ലാത്ത പാറ്റേൺസ് തന്നെയാണ് രണ്ടിലും കിട്ടുക. ഇങ്ങനെ തയ്യാറാക്കിയ പാറ്റേൺസ് ഉപയോഗിച്ച് നമുക്ക് മോഡൽ ഡ്രസ്സുകൾ തയ്യാറാക്കാം. അതിൻ്റെ കുറച്ച് മോഡൽസുകൾ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്.